ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റാഗി ലഡു, റാഗിയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഡുവാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് റാഗിപ്പൊടി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാനിലോട്ട് വളരെ കുറച്ച് മാത്രം നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന റാഗിപ്പൊടി ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ്, വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ് മില്ലിൽ കൊണ്ടുപോയിട്ട്. ആ റാഗിപ്പൊടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിലൊന്ന് നല്ലൊരു മണം വരുമല്ലോ, വറുത്ത മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ റാഗിപ്പൊടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്നട്ട് എടുക്കാം, ബദാം എടുക്കാം, റേസിൻസ് എടുക്കാം, അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തന്നെ വേറൊരു ബൗളിലോട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സായിട്ട് കിട്ടും, അത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് കാഷ്നട്ടും ബദാമും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ കാഷ്നട്ടും ബദാമും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഓട്സിൻ്റെയും കോൺഫ്ലെക്സിൻ്റെയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ആഡ് ചെയ്ത് വരുന്നൊരു മിക്സ് ഉണ്ട്. അത് ബൗളിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ എടുക്കുന്ന കാഷ്നട്ടും ബദാമും റേസിൻസും പീനട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചേർത്താൽ മതി എന്ന് മാത്രം. അപ്പോൾ അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ശർക്കര പാനിയായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ വീക്കെൻഡിൽ ഈ ശർക്കര പാവൊക്കെ റെഡിയാക്കി വെക്കുന്നത് കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി ശർക്കര പാനി ഇല്ലെങ്കിലും ശർക്കര ഡയറക്റ്റായിട്ടും ഉപയോഗിക്കാം, അത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ ശർക്കര പാനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തായതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി റോസ്റ്റ് ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സും കോൺഫ്ലെക്സും അതുപോലെ ബദാമിൻ്റെ ആ ഒരു കൂട്ടിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ശർക്കര പാനിയല്ല, ശർക്കര ഡയറക്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശർക്കര ഒന്ന് ചീകിയെടുത്ത ശേഷം ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതി. നമ്മൾ സാധാരണ അരി കൊണ്ടിട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ശർക്കര പാവ് ചേർക്കുമ്പോൾ നമുക്ക് ആ ലഡുവിന് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര പാനിയായിട്ട് എടുക്കുന്നത്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ആ റാഗിപ്പൊടിയിലോട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ശർക്കര പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നനവിന് പാകമായിട്ടുള്ള ശർക്കര പാനി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് നെയ്യ് ഉരുക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു മയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ അരിയുണ്ടയുടെ ഷേപ്പിലാണല്ലോ നമ്മൾ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്, ലഡുവിൻ്റെ ഷേപ്പിൽ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഉരുക്കി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ റാഗി ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.